മുഴുവൻ കോടമഞ്ഞിൽ പുതച്ച കൊടൈക്കനാലിലെ രണ്ടാമത്തെ ദിവസം എത്തി. മലനിരകളുടെ രാജകുമാരി എന്നാണ് കൊടൈക്കനാൽ അറിയപ്പെടുന്നത്. മനസ്സിനെ കോരിത്തരിപ്പിക്കുന്ന പ്രകൃതിയുടെ മനോഹാരിതയുടെ വ്യത്യസ്തമായ പുതിയ മുഖങ്ങൾ തേടിയുള്ള യാത്രയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് ഈ കൊടൈക്കനാൽ യാത്ര. കൂട്ടുകാരുമൊത്തുള്ള യാത്ര അതിലേറെ സുന്ദരവുമാണ്. എത്ര കണ്ടാലും മതിവരാത്ത ഈ കാഴ്ചകൾ മനസ്സിലും ക്യാമറയിലും പതിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. വേനൽക്കാലത്ത് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലവുമാണ്. കൊടൈക്കനാലിൽ സന്ദർശിക്കേണ്ട ചില സ്ഥലങ്ങൾ മാത്രമാണ് ഞങ്ങൾ കണ്ടത്. അതിൽ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഗുണ കേവ് അഥവാ ഡെവിൾസ് കിച്ചൺ, റോസ് ഗാർഡൻ, പൈൻ ഫോറസ്റ്റ് തുടങ്ങിയവയാണ്. എല്ലാം തന്നെ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു. അങ്ങനെ രാവിലെ 8 മണിയോടുകൂടി തന്നെ എല്ലാവരും ഒരുങ്ങി കൊടൈക്കനാലിലെ കാഴ്ചകൾ കാണാനായിട്ട് റെഡിയായിട്ട് വന്നു. ഹോട്ടലിന് മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ഫാമിലി പരമായിട്ടൊരു പരിപാടി ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ, അതും ഞങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി ഇന്നലെ ആഘോഷമായിട്ട് നടത്തി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുടുംബത്തിൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ആദ്യം റോസ് ഗാർഡൻ കാണാനാണ് പോയത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ കടയിൽ നിന്ന് ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റോസ് ഗാർഡനിലേക്ക് കയറി. ഇത് ഗവൺമെൻറ്റിൻ്റെയാണ്. ഇവിടെ ഒരു ചെറിയ പ്രവേശന ഫീസ് ഉണ്ട്. ഇത് 15 ഏക്കറോളം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് കാണാനുണ്ട്. കൊടൈക്കനാലിലുള്ള റോസ് ഗാർഡന് മുന്നിലാണ് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലവറാണ് റോസ്. പല വർണ്ണങ്ങളിലുള്ള റോസ് നമുക്ക് കാണാം.
വർണ്ണങ്ങളിലുമുള്ള പനീർ പൂക്കൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോയത്. വളരെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചെങ്കിലും നന്നായി ആസ്വദിച്ച ഒരു സ്ഥലവും കൂടിയായിരുന്നു. അപ്പോൾ ഒന്നാണ് നമ്മൾ ഗ്രൂപ്പ് ഗുണ കേവിൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഗുണ കേവ് കാണുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു ആകാംക്ഷ. ശരിക്കും ഈ ഗുണ കേവ് എന്ന പേര് വന്നത് തന്നെ കമലഹാസൻ്റെ 1992 പുറത്തിറങ്ങിയ ഗുണ എന്ന ചിത്രത്തിൻ്റെ ആ ഗാനവും സിനിമയും ഒക്കെ പാതിയിലേറെ ഈ ഭാഗത്ത് ചിത്രീകരിച്ചത് കൊണ്ടാണ്. പിന്നെ മഞ്ഞുമൽ ബോയ്സും വന്നതോടുകൂടി കൂടുതൽ തിരക്കായി തുടങ്ങി. ഗുണ കേവ് അപ്പോൾ എല്ലാവരും നല്ല ത്രില്ലിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഗുണ കേവ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗുഹയുടെ ശരിക്കുള്ള പേര് ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു, അഥവാ പിശാചിൻ്റെ അടുക്കള എന്നായിരുന്നു. ഇവിടെ പഴയ കാലത്ത് ആരൊക്കെയോ പാചകം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നടന്ന് നീങ്ങുന്ന സമയത്ത് ക്രിസ് അവിടെ ഒരു മരക്കുറ്റിയിലിരിക്കുന്നത് കണ്ട. അപ്പോൾ അവളെ ഒന്ന് കണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അവളുടെ മാസ്റ്റർ പീസ് ഇറക്കിയെന്ന് തന്നെ പറയാം. കൊടൈക്കനാലിൽ ടൗണിന് പുറത്തായിരുന്നു ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അധികമൊന്നും സഞ്ചാരികൾ എത്താതിരുന്നുകൊണ്ട് ഈ സ്ഥലം
ഗുണ എന്ന സിനിമ പുറത്തിറങ്ങിയ ശേഷമാണ് പ്രശസ്തമായതും ആളുകളുടെ പ്രിയപ്പെട്ട സഞ്ചാരത്തിനിടയായതും. ഇവിടെ വൻ മരങ്ങൾ കൊണ്ട് നിബിഡമാണ്. ഇടയ്ക്ക് കൂട്ടുകാരൊക്കെ ക്രിസിനെ കൊഞ്ചിപ്പിക്കുന്നുണ്ട്, കുശലങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുണ കേവിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കായിരുന്നു. കാണുന്ന വേരുകൾ ഷോള എന്ന മരത്തിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഷോള മരങ്ങളും പുല്ലുകൾ കൊണ്ടും നിറഞ്ഞതാണ്. ഗുഹയ്ക്ക് സമീപത്തായി ഇപ്പോൾ ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കൊടൈക്കനാലിലെ മനോഹരമായ കാലാവസ്ഥ ആസ്വദിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം ഈ വാച്ച് ടവർ തന്നെയാണ്. നല്ല തണുപ്പുണ്ടല്ലോ. ഈ ഗുഹയിൽ വീണ് ഒരുപാട് പേർക്ക് ആപത്ത് വന്നതിന് ശേഷം കമ്പിവേലികൾ കെട്ടി സുരക്ഷിതമാക്കിയിട്ടാണ് ഇവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഷോളാമരത്തിൻ്റെ വേരയിൽ അള്ളിപ്പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും കയറിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പിലാണ് എടുത്തിരിക്കുന്നത് ഗുണാക്കേലര. ഞാൻ കേറി എത്തി. ഞാൻ മരത്തിലതിൽ കൂടെ ഇനി ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ വേരയിലൊക്കെ പിടിച്ച് മുകളിൽ വന്നപ്പോഴേക്കും ഇവിടെ ഒരു ഡേഞ്ചറസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഡേഞ്ചറസ് ഏരിയ ആണ്. പക്ഷെ ഞങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് വീണ്ടും ഞങ്ങൾ നടന്നു. അങ്ങനെ അവിടെ ഗുണ കേവിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് വളരെ മനോഹരമായ കാഴ്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. കാരണം ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ തന്നെ നമ്മൾ നിലത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഗുണ കേവിൻ്റെ ഒരു ഭാഗം കാണുന്നത് തന്നെ. ഭീമമായ പാറകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടേക്ക് പോകാൻ ആർക്കും അനുവാദമില്ല എന്നുള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2230 മീറ്റർ ഉയരത്തിലാണ് ഇതിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ തണുപ്പും മഞ്ഞുമൊക്കെ നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും ഗുഹയ്ക്കുള്ളിലും പുറത്തുമൊക്കെ. അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്ന സമയത്താണ് മൂടൽമഞ്ഞ് അങ്ങ് വന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമായിരുന്നു. നല്ല തണുത്ത കാറ്റും പിന്നെ കാണാൻ അതിമനോഹരവും. ഞങ്ങൾ കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സൊക്കെ കയറി വന്നത്. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ചു നടന്നു.
സൂക്ഷിച്ച് സൂക്ഷിച്ച്. കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോഴേക്കും ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളൊരു ജിജ്ഞാസ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും നമുക്കൊരു സന്തോഷമായി. മറ്റുള്ളവരോടൊക്കെ പറയാനൊക്കെ 2 വാക്കുകളൊക്കെ ആയി. അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായി. അങ്ങനെ ഞങ്ങൾ സൂയിസൈഡ് പോയിന്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ വഴിയിൽ കൂടിയാണ് നമ്മൾ സൂയിസൈഡ് പോയിന്റിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇരുവശങ്ങളിലും നിറയെ കടകളുണ്ട്. എനിക്ക് കടകളിലേക്കൊക്കെ നല്ല നോട്ടമുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്ന വഴി നിറയെ ഷോപ്പിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല രസം. ഇങ്ങനെ ചെറിയ വഴിയിൽ കൂടി ഇങ്ങനെ ഷോപ്പിംഗ് സെൻറ്ററുകളാണ്. പഞ്ചലോകത്തിൽ പണിത ഹോം ടെക്കേഴ്സും അതുപോലെ തന്നെ പ്രതിമകളൊക്കെയാണ്. അങ്ങനെ നമ്മൾ പതിയെ സൂയിസൈഡ് പോയിന്റിൽ എത്തിയപ്പോഴേക്കും അവിടെ ഇരുമ്പ് കൊണ്ടൊരു വലിയ കവാടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് മാത്രമേ ആ പോയിന്റ് കാണാൻ സാധിക്കുകയുള്ളൂ. ചെറുപ്പകാലത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഇരുമ്പ് കൊണ്ടുള്ള കവാടം ഇല്ലായിരുന്നു. എല്ലാവർക്കും സുഖമായിട്ട് കാണാമായിരുന്നു. പക്ഷേ ഒരുപാട് ആപത്തുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം ഇങ്ങനൊരു വലിയ ഒരു ഇരുമ്പ് കവാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു കടയിൽ നിന്ന് ക്രിസിൻ്റെ പേര് പതിപ്പിച്ച ഒരു കീ ചെയിൻ അവൾ സ്വന്തമാക്കി. ക്രിസിൻ്റെ ഒരു കീ ചെയിൻ ഉണ്ടായിരുന്നു. തൂക്കിയിടാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ കൊടൈക്കനാൽ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകും വഴി ഒരു വ്യൂ പോയിന്റ് കണ്ടു. അവിടെ കുറച്ച് നേരം ഇറങ്ങി എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം വീണ്ടും യാത്ര തുടർന്നു. എടാ എടാ എന്നാടാ എന്നെ കിടിച്ച് വലിക്കില്ലേടാ. എന്റെ കയ്യിൽ മൊത്തം വാങ്ങിച്ചു.